നിത്യപുരോഗതനായ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അഭിമന്യ മാർ തോമസ് ഇലവനാൽ പിതാവിന് ചാത്തൻകോട്ടുനട സോഫിയ ഇടവക സമൂഹത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും. ദൈവം ഭരമേൽപ്പിച്ച കാര്യങ്ങളോട് പരിപൂർണമായ വിശ്വസ്തത പുലർത്തി അർപ്പണബോധത്തോടെ തൻ്റെ അജഗണങ്ങൾക്കായി ജീവിച്ച 50 വർഷങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ നേർസാക്ഷ്യമാണ്. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഈ അനുമോദന സമ്മേളനത്തിലൊക്കെ സംബന്ധിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കരുത്, അപ്പോൾ ഏറ്റവും വേഗത്തിൽ തന്നെ തീർക്കണമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ സംസാരിക്കാതിരിക്കുകയാണോ നല്ലതെന്ന്. എങ്കിൽ സ്നേഹത്തെ പ്രതി ഏതാനും വാക്കുകളൂടെ പറയാനായിട്ട് നിങ്ങൾ എന്നെ അനുവദിക്കുമല്ലോ. ജൂബിലി നമ്മൾ പറഞ്ഞു, ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമാണ്. മാത്രമല്ല നമ്മുടെ സ്നേഹം കുടുംബത്തിനെയും എല്ലാവരുടെയും ഒരു സ്നേഹം പങ്കുവെക്കാനുള്ള ഒരു മനോഹരമായ അവസരം എന്ന നിലയിൽ മാത്രമാണ് ഇവിടെ സഹോദരൻ സക്രാസച്ചന് പറയുകയുണ്ടായി. ജൂബിലി ആഘോഷത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞപ്പോൾ ജൂബിലി ആഘോഷം ആദ്യമേ ഞാൻ പറഞ്ഞു, എൻ്റെ ജൂബിലിയാണ് ഈ വർഷം, സക്രാസച്ചൻ്റെ ജൂബിലിയാണ് അടുത്ത വർഷം. 1 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. ഇത് കോളേജ് പഠിച്ചുകൊണ്ടാണ്. ഞാൻ വീട്ടിലുള്ളവരോട് പറഞ്ഞിരുന്നു, 2 പേരുടെയും കൂടി ജൂബിലി അടുത്ത വർഷം സിമ്പിളായിട്ട് ആഘോഷിച്ചാൽ മതി. മറ്റെല്ലാ സഹോദരങ്ങളെയും ഞാൻ പറഞ്ഞത് കേട്ടു, സമ്മതിച്ചു. പക്ഷെ അവിടെ ഒരു ഓർഡർ വന്നു, ചേട്ടൻ്റെ ഒരു ഓർഡർ വന്നു, നോ, ബിഷപ്പിൻ്റെ ജൂബിലി ഈ വർഷം ഞങ്ങൾ ആഘോഷിക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്നും മറുപടി പറയാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാനൊരു നിബന്ധനകളൊക്കെ കൊടുത്തു. ജൂബിലി ആഘോഷം ഏറ്റവും സിമ്പിളായിട്ട് മാത്രം നടത്താൻ പാടുള്ളൂ. അപ്പം ഇവർ ചിന്തിച്ചത് സാധിക്കുന്നത്ര മെത്രാന്മാരെ വിളിക്കണം, അച്ഛന്മാരെ വിളിക്കണം, സഭയിലുള്ള എല്ലാവരെയും വിളിക്കണം, സിസ്റ്റേഴ്സ്, ഇങ്ങനെ ധാരാളം പേരുടെ. ഞാൻ പറഞ്ഞു അതിനോട് എനിക്ക് താല്പര്യമില്ല. ഹൗ ക്യാൻ ബി മേക്ക് ഇറ്റ് സോ സിമ്പിൾ എന്ന് ഞാൻ പറഞ്ഞു. ഓരോന്നും ചോദിക്കുമ്പം ഈ അരിശനൊക്കെ പറയുമ്പോൾ നമുക്ക് അത് വേണം, ഇത് വേണം, ഇതിവിടെ വലിയൊരു പന്തലൊക്കെ ഇട്ടതാണ് കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നതാ, അത് പ്രകൃതിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാനിത് മറിച്ച് കളഞ്ഞു. അതുപോട്ടെ. അപ്പം അത്രമാത്രം ഇത് മനോഹരമാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, വേണ്ട, സിമ്പിൾ 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 ആകുമ്പോൾ ഇത്രയും സിമ്പിൾ ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇത് കൂടി സിമ്പിൾ ആക്കാൻ സാധിച്ചില്ല. അത് കാരണം ഇപ്പം പറഞ്ഞല്ലോ, വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ, MCVC അച്ഛന്മാരെല്ലാവരും വരാൻ ആഗ്രഹിച്ചു. എന്നോട് പറഞ്ഞു എല്ലാവർക്കും വരാൻ ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ആൽപ്പന അവിടെ സന്ധ്യയ്ക്കും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് സിമ്പിൾ ആക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. അത് കാരണം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ സിംപ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ നിർബന്ധമൊക്കെ പറഞ്ഞത്. ഈ സമയം അത് ഞാൻ എടുക്കാൻ പാടില്ലല്ലോ. ഞാനൊരു ജൂബിലിയുടെ മനുഷ്യനാണ്. കാരണം ഞാൻ ജനിച്ചത് 1950, അത് മഹാജൂബിലി വർഷമാണ്. പട്ടം കിട്ടിയത് മെത്രാന്മാരുടെ കണക്കനുസരിച്ച് 76 പട്ടം തരണം. ഞങ്ങൾ പറഞ്ഞു പറ്റില്ല, ജൂബിലി വർഷത്തിൽ തന്നെ തരണം. 75 തന്നു, ഞങ്ങൾക്ക് പട്ടം തന്നു. അതിനുശേഷം 2000 വർഷവും ഓഫ് കോഴ്സ് സിൽവർ ജൂബിലിയായി, മഹാജൂബിലി വർഷം. 2025 ആകുമ്പോൾ വീണ്ടും ഒരു മഹാജൂബിലി വർഷം, അപ്പോഴൊരു ജൂബിലി ആഘോഷിച്ചു. അങ്ങനെ ജൂബിലിയുടെ മനുഷ്യനായിട്ട് ഞാൻ മാറി. അങ്ങനെ ജൂബിലി ആഘോഷത്തിനെ കുറിച്ച് അങ്ങനെ പൊതുവായിട്ട് പറയുമായിരുന്നു. ഞാൻ വെറുതെ വ്യക്തികളിലൂടെ എല്ലാം ഒന്ന് കടന്നു പോകുമ്പം ഞാൻ ഈ ഓർഡർ അനുസരിച്ച് എൻ്റെ മനസ്സിലേക്ക് വരുമ്പം അരുമച്ചാടത്തെ പിതാവ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ല, സ്നേഹത്തെ പ്രതി ത്യാഗപൂർവ്വം 10 മണിക്കൂർ രാത്രി യാത്ര ചെയ്ത് വേദന അങ്ങൾ പറഞ്ഞു എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല, ഞാൻ വരും എന്ന് പറഞ്ഞ് വന്നൊരു സാന്നിധ്യമാണ്. ഞാൻ നന്ദി പറയുന്നില്ല, കാരണം അനുജനിപ്പോൾ നന്ദി പറയാൻ ഇപ്പം ഞാൻ നന്ദി എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയല്ല, സ്നേഹം എന്ന് പറയുള്ളൂ. ഒത്തിരി സ്നേഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രമേശ് പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവെ 6 മാസം ഞാൻ കാത്തിരുന്നതാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, പക്ഷെ അവസാനം അത് എനിക്ക് സാധിച്ചില്ല. അപ്പോൾ കാരണം അതൊന്നും മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അത് രമേശ് പിതാവിനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്, ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഓരോന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കല്യാൺ രൂപതയെ ഞാനൊന്ന് ഓർക്കാതിരിക്കും. തീർച്ചയായിട്ടും 3 കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു 4 കുടുംബം ഉണ്ട്, അതിൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. കല്യാൺ രൂപതയും കൂടെ ചേർത്ത് വെക്കണം. 4 കുടുംബമുണ്ട് ഇവിടെ കൂട്ടിച്ചേർന്നിരിക്കുന്നത്. കല്യാൺ രൂപതയിൽ വികാരി ജനാർച്ചനും പിന്നെ ഫ്രാൻസ് അച്ഛനും വളരെ മനോഹരമായിട്ട് ഹൃദ്യമായിട്ട് ഇത് പറയുന്നു. അത് അച്ഛൻ്റെ ഞാൻ ഓർത്തു, ഇവിടെയുള്ളവരൊക്കെ ഒത്തിരി നല്ല കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് നല്ല കാര്യം പറഞ്ഞത്? നല്ല മനുഷ്യര് മറ്റുള്ളൊരു നന്മ കാണും, ആ നന്മ വിളിച്ചു പറയും. അത് അവരുടെ നന്മയാണ്, എൻ്റെ നന്മയല്ല. ഇവരെല്ലാം നന്മയുള്ളവരാണെന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. അങ്ങനെ ഒത്തിരി നന്മ പറഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ നമ്മുടെ അച്ഛന് മോൺസിഞ്ഞോറച്ചൻ ഇരിപ്പുണ്ട്. മോൺസിഞ്ഞോറച്ചനാണെങ്കിൽ അടുത്ത മാസം വലിയൊരു ആഘോഷം
നടത്താനായിട്ട് ഇരിക്കുകയാണ് രൂപത മുഴുവനും. ഞാൻ പറയാനുള്ളത് എപ്പോഴും പറയും സിമ്പിൾ, അത് പിതാവ് അറിയണ്ട, സിമ്പിളായിട്ട് ഞങ്ങൾ അപ്പം അങ്ങനെ ഒരു ആഘോഷം അവിടെ നടത്താനായിട്ട് ഇരിപ്പുണ്ട്. എങ്കിലും അവർ കുറേ പേര് പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ വന്നു. സ്നേഹം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, നന്ദി എന്ന് പറയാൻ പാടില്ല. അത് കഴിഞ്ഞ ശേഷം സുപ്പേര് ചണ്ടാളച്ചൻ, പായിക്കാടിച്ചൻ മാത്രമല്ല, ഞാൻ ഒരുമിച്ച് പറയുകയാണ്, ഇവരെല്ലാവരും പ്രൊവിൻഷ്യൽസ് എല്ലാവരും ഒത്തിരി ത്യാഗം സഹിച്ച് രാത്രികളൊക്കെ യാത്ര ചെയ്ത് പോകുന്നു. MCV സഭയ്ക്ക് എപ്പോഴും അവരുടെ ഹൃദയത്തിൽ ഞാനുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അവരുണ്ട്, കല്യാണ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ നമ്മൾ അച്ഛനാണെങ്കിൽ ഈ 7-ാം തീയതി അതിനോട് പറഞ്ഞായിരുന്നു, അല്ല പിതാവിൻ്റെ തന്നെ ഒരു ജൂബിലി MCVs നടത്തിയാൽ. ഞാൻ പറഞ്ഞു അച്ഛാ പാടില്ല, അത് പാടില്ല, അങ്ങനെയാണ് ഒരുമിച്ച് നടത്താൻ മതി. ഈ 7-ാം തീയതി ജൂബിലി ആഘോഷത്തിന് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇനിയും മോൺസിഞ്ഞോർച്ചിനെ എടുക്കുന്നുണ്ട് എബ്രാഹിം വയൽ. അപ്പം എന്നെ സംബന്ധിച്ച് എബ്രാഹിം വയൽ എന്ന് പറയുമ്പോൾ മോൺസിഞ്ഞോ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു കൊച്ചാണ് എന്ന് പറയുമ്പോൾ കൊച്ചായിരിക്കും മുതൽ ഞാൻ അറിയുന്ന. പറഞ്ഞില്ലേ, അമ്മ കടലിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ട് തുടങ്ങിയതാ. അപ്പം അമ്മയുടെ ഒരു കൊച്ചുമകനല്ലേ, അപ്പം ആ ഒരു സ്നേഹം എനിക്കുണ്ട്. അതൊരു അഭിമാനമായിട്ട് ഞാൻ വാഴ്ത്തിരിക്കുമ്പോഴും പറയാറുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്, അമ്മയോട് നന്ദി എന്ന് പറയുന്നത്, മകനോട് നന്ദിയുണ്ട്, സ്നേഹമൊന്നും ഞാൻ അറിയിക്കുകയാണ് അച്ഛനുള്ള സാന്നിധ്യം. ഓരോരുത്തർ അധികം ഞാൻ എടുത്ത് പറയാതെ ഇരിക്കുമ്പം ഞാൻ പെട്ടെന്ന് അതിലേക്ക് MSI സിസ്റ്റർ ഷീല പ്രൊവിൻഷ്യൽ ബന്ധം പറഞ്ഞല്ലോ. നമ്മളെപ്പോഴും MCBSും അല്ലെങ്കിൽ എലമന കുടുംബവും ഈ MSG സഭ ആയിട്ട് ഒത്തിരി ചേർന്നാ പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നെ പറയും, ഗവൺമെൻറ്റിൽ കൊണ്ട് കൊടുക്കണം, അവർക്ക് ഗവൺമെൻറ്റിലൊന്നുമില്ല. ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി ചുമന്നുകൊണ്ട് ഈ വീട്ടിൽ കൊണ്ട് അങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധം അവിടെ തുടങ്ങിയതാണ്. ആ സ്നേഹം അവരിന്നും കാണിക്കുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്നത് 3 സിസ്റ്റേഴ്സിൻ്റെ പേര് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും കൃത്യം പറയാൻ അറിയാം. ആ 3 സിസ്റ്റേഴ്സ്. ഇപ്പോൾ ഈയിടെ ഇന്നസെൻ്റ് സിസ്റ്ററെ കണ്ടുപിടിപ്പോൾ എൻ്റെ പേരറിയാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം അവിടെ വന്ന സിസ്റ്ററല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ പറയാനാണ്. ഒത്തിരി സ്നേഹമുണ്ട് അവരോട്, ഇത്രയെല്ലാം സ്നേഹം കാണിക്കുന്നതിൽ. അതുപോലെ തന്നെ ഷെവലിയർ സാറ് പറഞ്ഞു, ഞാൻ അയച്ചു കൊടുത്തപ്പം എനിക്കൊരു മറുപടി അന്ന് തന്നായിരുന്നു. വാസ്തവത്തിൽ ഷെവലിയർ സാറ് മറുപടി തന്നപ്പോൾ പറഞ്ഞു, ഇത് ആദ്യത്തെ ഒരു കൈനീട്ടമായിട്ട് കണക്കാക്കുകയാണ്, അത് പിതാവ് തന്ന കാരണം വളർന്നു വരും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മറുപടി തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം ഓർത്തു. സാന്നിധ്യത്തെ ഞാൻ ഒത്തിരി വിലമതിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദി പറഞ്ഞു, ഞാൻ ഒത്തിരി വിലമതിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫൊറോന വികാരിച്ചൻ മരുതോങ്കരയായിട്ട് എനിക്ക് ഒത്തിരി ബന്ധമുണ്ട്. ഞാൻ അവിടെയും പള്ളിയിലെ കുർബാനയ്ക്ക് കൂടുമായിരുന്നു. കരിങ്ങാട്ടിലച്ഛനും അതിനു മുമ്പ് നമ്മുടെ പേര് വന്നുപോയി, ആ അച്ഛന്മാർക്ക് കുർബാന ഞാൻ കൂടിയിട്ടുണ്ട്. കാരണം മരുതോങ്കര പല വിധത്തിനൊക്കെ ബന്ധമുണ്ടെന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുക ചെയ്തത്. പിന്നെ ഇളയമയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടീച്ചറാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇവർക്ക് വേണ്ടി അവരെല്ലാം ചിന്നമ്മ ടീച്ചർ ഞാൻ പറയും ഇളയമ എന്ന് പറയുമായിരുന്നു. അന്ന് തൊട്ട് ആ സ്നേഹബന്ധം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് അഗസ്റ്റി സാറ് എന്നെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ആരോഗ്യം അനുവദിക്കായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒന്ന് 2 വാക്ക് പറയുമായിരുന്നു എന്ന് പറഞ്ഞു. പറയാൻ സാധിച്ചെങ്കിലും ഞാനത് ഒത്തിരി വിലമതിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഏതാനും പേര് ഇവിടെ ഉണ്ട്. തരത്തിൽ അതിന് എല്ലാവരുടെയും പേരിൽ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. ഇടവേട് പ്രതിനിധിയുണ്ട്. പിന്നെ ഞാൻ MCBSനോടുള്ള ബന്ധം കൂടെ പിന്നെ 1-2 വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 58 ഈ ഹൗസ് ഇവിടെ വന്നപ്പോൾ മുതൽ MCBS സഭയോട് അഭേദ്യമായൊരു ബന്ധമുണ്ട്. കുർബാനിക്കൂടെ എനിക്ക് പഠിപ്പിച്ചത് സുറിയാനിയില്ല, കുർബാനിക്കൂടെ ആ ഉദ്ദേശിച്ച് എന്നൊക്കെ ചെല്ലിക്കിപ്പിക്കണമായിരുന്നു. അപ്പോൾ തോട്ടുങ്കലിച്ചനും നമ്മുടെ കുന്നേലിച്ചനും ഒക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ആൾക്കാരോട് നടിപ്പിച്ചത് അവരാണ്. അങ്ങനെ ഒരു അടുപ്പമാണ് വാസ്തവത്തിൽ ഈ പടികളിലൂടെ അത് മുമ്പോട്ട് പോകാനായിട്ട് കാരണമായത്. ആ ഒരു ബന്ധം MCBSനോടുണ്ട്. 66 MCBS സഭയിൽ ചേട്ടന് ഞാൻ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അതിനുശേഷം 75 പട്ടം സ്വീകരിച്ചു. അവിടെ ശുശ്രൂഷ ദൈവം അനുവദിച്ച ശുശ്രൂഷകളൊക്കെ ചെയ്തു. 21 വർഷം അല്ല 96 വരെ വൈദികനായ ശേഷം 21 വർഷം വൈദികനായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷമാണ് കല്യാൺ രൂപതയിലേക്ക് പോകുന്നത്. കല്യാൺ രൂപത 28 വർഷം 29 വർഷമാവും. അപ്പോൾ 29, 21 കൂട്ടിയല്ലേ 50 ആവുകയുള്ളൂ. അങ്ങനെ 50 വർഷത്തിൽ ശുശ്രൂഷയിൽ ഞാൻ കടന്നുപോയി. ഇതെല്ലാം പറയുമ്പം എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വൈദികൻ പ്രത്യേകിച്ച് ഞാൻ പേര് പറയേണ്ടതുണ്ട്, മാത്യു തകിടിയലച്ചൻ. ഡിസംബർ 22-ാം തീയതി അമ്മ MCBSകാർക്ക് ഒരുമിച്ച് പട്ടം കൊടുക്കാൻ അനുവാദമുള്ളൂ. പിറ്റേ ദിവസം 23-ാം തീയതി ചാപ്പത്തോട്ട് നമ്മുടെ ഇടവയിൽ വേറെ 2 പേരുടെ പട്ടം നടക്കാമെന്ന് ഓർക്കണം. എങ്കിലും പറഞ്ഞു നോ, MCBSന്റെ പട്ടം അവിടെ വെച്ച് നടത്തണം. 22-നോട് പട്ടം നടത്തി രാത്രി യാത്ര ചെയ്ത് ഇവിടെ വന്നു. ചാപ്പത്തോട്ടത്തിൽ ചെന്നു. വള്ളപ്പള്ളി പിതാവ് വരും.
വള്ളപ്പിതാവ് വന്നതിന് ശേഷം 2 പേർ പട്ടം കൊടുക്കും, 3 പേര് പുത്തൻ ഖുർആനെ ചെല്ലും. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരാൾ പട്ടം കിട്ടാതെ പുത്തൻ ഖുർആനെ ചെല്ലുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ അവിടുന്ന് പട്ടം കിട്ടി വന്നതാണ്. ആ കൂട്ടത്തിൽ പട്ടം കിട്ടിയതാണ് എൻ്റെ ഫസ്റ്റ് കസിൻ തകിടിയേൽ മാത്യു തകിടിയേലച്ചൻ. അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരുമിച്ച് പഠിച്ചവരാണ് ഞങ്ങൾ ചെറുപ്പം മുതൽ. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛനത് ഓർക്കുന്നുണ്ട്. പിന്നെ സിവിസിനോടൊക്കെ ബന്ധപ്പെട്ട് അതിന് ദീർഘമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, സമയം ഒത്തിരി. അതൊക്കെ പഠിച്ചു. എനിക്കൊരു നന്ദി വാക്ക് സൗജന്യം പറയുന്നുണ്ടെങ്കിലും ഒത്തിരി ത്യാഗം സഹിച്ചു നമ്മൾ ഇടവ സമൂഹം മുഴുവനും. ബന്ധുക്കൾ ത്യാഗം സഹിച്ച് അവിടെ ഇരിക്കട്ടെ, ബന്ധുക്കൾ സ്നേഹത്തെ പ്രതി. ഈ ഇടവ സമൂഹം സ്നേഹമാനപ്പെട്ട വികാരിച്ചൻ, ചെത്തിപ്പടി അച്ഛന്, സുപ്പീറിയച്ഛന്, അച്ഛന്മാരെല്ലാവരും ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ പന്തലൊക്കെ ഇട്ട് ഭയങ്കര സോളമാക്കാനായിട്ടൊക്കെ ഇരുന്നതായിരുന്നു. അതൊക്കെ ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട് എല്ലാവരും, സിസ്റ്റേഴ്സും നമ്മുടെ ഇടവ് സമൂഹമെല്ലാം. എല്ലാവരോടും എനിക്കൊരു വാക്കേ പറയാനുള്ളൂ, സ്നേഹത്തിൻ്റെ ഒരു വാക്ക് മാത്രം. ഞാൻ അച്ഛൻ പറഞ്ഞ ആ വാക്ക് എൻ്റെ മനസ്സിൽ വന്നായിരുന്നു. ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകളില്ല, അല്ലേ? നന്ദി ചൊല്ലി ചേർക്കുവാനേ ജീവിതം പോരാ. അത്രമാത്രം ഹൃദയത്തിന് നന്ദിയുണ്ട്. അങ്ങനെ എല്ലാവരും ഓർത്ത് നേരത്തിൽ കുറവുണ്ടെങ്കിൽ വിശ്വസിച്ച് നന്ദി പറയും. ഞാൻ അതുകൂടി എടുക്കാൻ പാടില്ല, 35 തീർക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ ആരെയും പേര് വിട്ടുപോയെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു, നല്ല സാന്നിധ്യത്തിന് നന്ദി പറയുന്നു, സ്നേഹത്തിന് നന്ദി പറയുന്നു, പ്രാർത്ഥനകൾക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. God bless one and all of you. Thank you to one and all of you.